ഹായ് മക്കളെ, ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ മുഴുവനും കാണുക. കൂടാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം പൊതുവായിട്ട് വരുന്ന കുറേ ഡൗട്ടുകളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വരുന്ന എക്സാമിന് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി മാത്സ് പാസ്സാവുകയും A+കളും വാങ്ങിക്കൂട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് പ്രിയപ്പെട്ട മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാത്സ് എക്സാം ടഫ് ആകുമ്പോൾ എന്നുള്ള ആദ്യത്തെ ചോദ്യത്തിനാണ്. നമുക്കറിയാം മോഡൽ എക്സാം അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് പല ആൾക്കാരും ഭയങ്കര കോൺഫിഡൻസിലാണ്. അതായത് കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പബ്ലിക് എക്സാം അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന കുട്ടിയൊക്കെ എക്സാം ടഫ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് പകരം നിങ്ങൾ ഈ 3 ദിവസം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനുള്ള സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാത്സ് എക്സാം എളുപ്പമാവും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് വരെ എത്താനുള്ള എല്ലാവിധ സാധ്യതകളും അവിടെയുണ്ട്. രണ്ടാമതായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ ഷീറ്റ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മക്കളെ, ആൻസർ ഷീറ്റ് എഴുതാൻ വളരെ മികച്ചൊരു രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വൃത്തിയിൽ എഴുതുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പർ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ ആൻസർ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റാണ്. ആ ആൻസർ ഷീറ്റിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും എഴുതാനുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാർജിൻ വരക്കാവുന്നതാണ്. നിങ്ങൾ കൃത്യമായിട്ടൊരു മാർജിൻ വരക്കുക. മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇതുപോലൊരു ബോക്സ് വരക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റഫ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ്ങും കൊടുക്കുക. റഫ് വർക്ക് ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ തെറ്റ് എഴുതിയാൽ പോലും അത് ടീച്ചേഴ്സ് വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാനുള്ള നമ്പർ 73 × 24 ഇങ്ങനത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ഇൻ കേസ് അത് തെറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഫൈനൽ ആൻസർ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ D = x2 - x1 = ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ, അല്ലെങ്കിൽ x3 - x1 = 2D ഇതുപോലത്തെ സ്റ്റെപ്പുകൾ ഇവിടെ എഴുതുക. അല്ലാത്ത കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെയും അല്ലാതെ ഉള്ള ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാ പേജിലും യൂസ് ചെയ്യാം. ചില ഭാഗത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ അത് യൂസ് ചെയ്യണമെന്നില്ല. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്കുള്ള മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ബണ്ടിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റിൽ എന്ത് ചെയ്യുക, ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് റഫ് വർക്കിന് മാറ്റി വെക്കുക. റഫ് വർക്ക് അവിടെ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ഓർഡർ എഴുതി പോകുക. അവിടെ മാത്രം നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ഏരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ റഫ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. റഫ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് കൊടുക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വെട്ടാം, പക്ഷേ അത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചേഴ്സിന് അവിടെ വെച്ചതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. സോ അപ്പോൾ ആൻസർ ഷീറ്റ് വൃത്തിയിൽ എഴുതാൻ നിങ്ങൾ ഓർഡറിൽ ശ്രമിക്കുക. ഇനി ചിലൊരു കുട്ടികളുണ്ട്, ഞാൻ ഓർഡറിൽ എഴുതി പോകണം, ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇടുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഒന്നിൽ A എന്ന് പറയുന്നത് ഇവിടെ, B എന്ന് പറയുന്നത് ഇവിടെ, C എന്ന് പറയുന്നത് ഇവിടെ. ഇനി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ ആൻസർ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വരയും കൂടി കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നീറ്റ് തോന്നാറുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന മുഴുവൻ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അണ്ടർലൈൻ ചെയ്യാം, ഒരു 2 ലൈൻ കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം A, എന്നിട്ട് അതിൻ്റെ B, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി പോകാം. ഇതും നല്ലൊരു വൃത്തിയുള്ള രൂപമാണ്. ഇനി വേറൊരാൾക്കാർക്കുണ്ട് ചില കാര്യങ്ങൾ, എന്താ പറയുക, ഓർഡറിൽ തന്നെ എഴുതി പോകണമെന്ന് ചില ആൾക്കാർക്ക് വാശിയുണ്ട്. 1 എഴുതി, 2 എഴുതി, 2 എഴുതി, 3 എഴുതി. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ടഫ് ആവുകയാണെങ്കിൽ പിന്നെ അവിടെ സ്റ്റെക്കായി ഒരുപാട് സമയം പോകും. അങ്ങനെ നിങ്ങൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല പ്രിയപ്പെട്ട മക്കളെ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് നിങ്ങൾ ആദ്യത്തിൽ എഴുതുക. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ആദ്യത്തെ 8 ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യത്തിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ B എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. ആ സെഷനിൽ 3 ചാപ്റ്റർ ചോദ്യങ്ങളാണ് വരിക. അത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകൾ ഗണിതം, സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക്. ഈ 3 ചാപ്റ്റർ ചോദ്യങ്ങളായിരിക്കും സെഷൻ ബിയിൽ വരുന്നത്. അത് 3ഉം എളുപ്പമായിരിക്കും കൂടുതൽ ആളുകൾക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സെഷൻ ബിയിൽ തുടങ്ങുന്നതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, അതേപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സെഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര അഥവാ ജ്യാമിതി ബീജഗണിതം, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ, ഈ 2 ചാപ്റ്ററിനായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. സെക്ഷൻ സി കഴിഞ്ഞാൽ സെക്ഷൻ ഡിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും, അതോടൊപ്പം തന്നെ ഓൾജിബ്ര സെക്കൻഡ് ഡിഗ്രി, അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിതവും, പിന്നെ സെക്കൻഡ് ഡിഗ്രി 2ാം ഡിഗ്രി, അതായത് എക്സ് കണ്ടുപിടിക്കുക, N കണ്ടുപിടിക്കുക പോലത്തെ ചാപ്റ്ററുകളായിരിക്കും സെഷൻ ഡിയിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാം. സെഷൻ ഇയിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത്. ടാൻജൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, സോളിഡ്സ്, പിന്നെ വേറെ ഏതൊരു ചാപ്റ്റർ ഉണ്ട്. ഏതാ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. പെട്ടെന്ന് ഓർമ്മയിൽ ഏതാണെങ്കിലും ബാക്കിയുള്ള 5 ചാപ്റ്ററുകളും അതിലേക്ക് എന്താക്കാറുണ്ട്, വരാറുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത്. സോ ആ ചാപ്റ്ററുകളും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 31 മാർക്കിനോളം നിങ്ങൾക്ക് സെഷൻ ഇയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും
എളുപ്പമുള്ള സെഷൻ ഏതാണോ അത് വെച്ച് ചെയ്യാം. ഇനി സെഷൻ ബിയിൽ നിങ്ങൾ 1-2 ചോദ്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചോ, പക്ഷേ പിന്നെ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ടഫാണെങ്കിൽ നിങ്ങളൊന്നും നോക്കേണ്ട. സെഷൻ സി നിങ്ങൾ ഹെഡിങ് എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ പകരം എന്ത് ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. സെഷൻ ബി എന്ന് ഹെഡിങ് എഴുതണം നിർബന്ധമല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം മതി. സെഷൻ എ സെഷൻ ബി ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആൻസറിൽ ഹെഡിങ് എഴുതണമെന്നില്ല, ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ട് പോകുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൂട്ട് 2 റൂട്ട് 3 വില കൊടുത്തുകൊണ്ട് നിങ്ങളെ സമയം കളയേണ്ട. ചോദ്യ പേപ്പറിൽ കൃത്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റൂട്ട് 2 റൂട്ട് 3 വാല്യൂ കൊടുത്താൽ മതി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കണം. ഈ ടൈം മാനേജ്മെൻറ്റ് പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. അതേപോലെ കൂൾ ഓഫ് ടൈം എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. കൂൾ ഓഫ് ടൈം നിങ്ങൾക്കറിയാം, ഏകദേശം കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം ഉണ്ടാവുക. 27 ചോദ്യങ്ങൾ നിങ്ങൾ കൂൾ ഓഫ് ടൈമിലുണ്ട്. 27 ചോദ്യങ്ങൾ. ഈ 27 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റണമെന്നില്ല, വായിക്കാൻ തന്നെ പറ്റണമെന്നില്ല, റീഡ് ചെയ്യാൻ തന്നെ സമയം നമുക്ക് ഒരുപാട് എടുക്കും. അതുകൊണ്ട് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊരു ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മാത്രം മതി. അത് നിങ്ങൾക്ക് എളുപ്പമുള്ള പെൻസിലോണ്ട് നിങ്ങൾ ടിക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടയാളപ്പെടുത്താം. ഇനി അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്ന കൂടെ റഫ് വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ എന്താണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ആദ്യത്തെ 8 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതില്ല, കാരണം എല്ലാ ചോദ്യങ്ങളും ഒന്ന് റീഡ് ചെയ്യുക, ഏത് ആദ്യം എഴുതണം എന്നുള്ളൊരു പ്ലാൻ എടുക്കുക. അതായത് 3 സെഷനായിട്ട് തിരിക്കുന്നതാണ് നല്ലത്. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര എളുപ്പമുണ്ടെന്ന് തോന്നുന്ന ചോദ്യം ഓപ്ഷൻ എ ആയിട്ട് പരിഗണിക്കുക, അതായത് ആദ്യം എഴുതേണ്ട ചോദ്യങ്ങളായിട്ട് പരിഗണിക്കുക. കുറച്ചൊക്കെ അറിയാമെന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ ബി ആയിട്ട് പരിഗണിക്കുക. ടഫാണ് ചോദ്യങ്ങൾ നിങ്ങൾ സി ആയിട്ട് പരിഗണിക്കുക. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ഫുൾ മാർക്കിലേക്ക് എത്താൻ ഏറ്റവും നല്ല വഴിയായിരിക്കും. സോ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഈ വീഡിയോകളിലൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ SSLC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം, കാരണം അത്രയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല, നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും നിങ്ങൾ ശ്രമിച്ച മക്കളാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. പിന്നെ നമ്മുടെ മാരത്തോൺ മറക്കണ്ട, രാത്രി 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തോൺ വരുന്നത്. എല്ലാവരും ഉണ്ടാവണം. ഓൾ ദ ബെസ്റ്റ്.